കാണാതായ യുവാവ് മാരായമുട്ടം വടകര സ്വദേശിയായ ജോയി എന്ന് വിളിക്കുന്ന ക്രിസ്റ്റഫർ എന്ന ആൾക്ക് വേണ്ടി 45 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അങ്ങനെ തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് കാണാതാകുന്നത്. അദ്ദേഹത്തും അക്രി ശേഖരിച്ച് വിറ്റ് കിട്ടുന്ന രൂപയ്ക്ക് എങ്ങനെ ജീവിതം നയിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഈ കരാർ, റെയിൽവേ നൽകിയ കരാറുമായി ബന്ധപ്പെട്ട് ജോലിക്ക് അദ്ദേഹത്തെ അവിടേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ആ ഒരു ദുരന്തത്തിലേക്ക് അകപ്പെടുകയാണ്. സ്റ്റെഫിൻ ചേരും വിവരങ്ങൾ നൽകാൻ. സ്റ്റെഫിൻ, ചോദിച്ചു വന്നത് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഈ രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളതാണ്. സ്കൂബ ഡൈവേഴ്സ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ മാലിന്യമാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടോ? യന്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ ഒരു ഭാഗത്തെ ഗ്രില്ല് പൊളിച്ച് ആ മണ്ണുമാന്തി യന്ത്രം താഴേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം ഈ മാലിന്യം എടുത്തു മാറ്റണം. എന്നാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ളൊരു പുരോഗതി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഏറെ ദുഷ്കരമായി ഇപ്പോഴും തുടരുന്നത് ഈ മാലിന്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് മാത്രമല്ല മാലിന്യം ഉള്ളത്, ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ടണൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം, അതിൻ്റെ അകത്തേക്കൊക്കെ മാലിന്യം മൂടിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. എല്ലാ തരത്തിലുള്ളൊരു പരിശ്രമങ്ങളും ഈ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടറാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. ഇപ്പോൾ ഏതായാലും എല്ലാ തരത്തിലുള്ള സാധ്യമായ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദുഷ്കരമായി ഇപ്പോഴും തുടരുന്നത് ഇതിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം തന്നെയാണ്. അത് എടുത്തു മാറ്റണം. അത് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അതിൻ്റെ അകത്തേക്കൊക്കെ എത്രമാത്രം വൃത്തിയാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ തുടരുന്നു. ഈ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ മാലിന്യം ആ ടണലിനുള്ളിൽ നിന്നും ആ മാലിന്യം പുറത്തേക്ക് എത്തിച്ച് അവിടെ നിന്നും ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അത് പുറത്തേക്ക് എത്തിക്കുക എന്നതായിരിക്കും ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ഇപ്പോൾ ഏതായാലും കോർപ്പറേഷൻ ജീവനക്കാരുണ്ട്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു പരിശ്രമം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലിന്യം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അത് മാലിന്യം എടുത്തു മാറ്റുന്നതിന് വേണ്ടി കഴിയും. ഈ വലയിൽ കോരി മാലിന്യം ഇങ്ങനെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ആളുകളിൽ നിന്ന് വലിച്ചു കയറ്റുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇത്തരത്തിൽ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം പുറത്തെത്തിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഇതിനകത്തേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം പുറത്തെത്തിക്കണമെങ്കിൽ അതിന് ആളുകൾ അവിടെ നിന്ന് മാലിന്യം പുറത്തേക്ക് എത്തിക്കുകയല്ലാതെ മറ്റൊരു വഴിയും തന്നെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഏതായാലും കളക്ടർ നമ്മോട് പ്രതികരിക്കുന്നുണ്ട്.